കോട്ടയം തിരുവാതുക്കലിൽ നാടിനെ നടുക്കിയ അരുംകൊല. വ്യവസായിയായ വിജയകുമാറിനെയും ഭാര്യ മീരയെയും അതിമൃഗീയമായ രീതിയിലാണ് കൊലപ്പെടുത്തിയത്. എല്ലാ സുരക്ഷയും മറികടന്നാണ് കൊലയാളി വീടിനകത്തേക്ക് കയറിയത്. ജനൽപ്പാളിയിൽ സ്ക്രൂഡ്രൈവർ ഉപയോഗിച്ച് ദ്വാരമുണ്ടാക്കിയാണ് അകത്ത് കടന്നത്. അകത്തും പുറത്തുമുണ്ടായിരുന്ന CCTV ഹാർഡ് ഡിസ്കുകൾ കൊലയാളി കൊണ്ടുപോയി. വീട്ടിലുണ്ടായിരുന്ന നായ്ക്കളെ മയക്കിക്കിടത്തുകയും ചെയ്തിരുന്നു. വിജയകുമാറിൻ്റെയും ഭാര്യ മീരയുടെയും മൊബൈൽ ഫോണുകളും മോഷണം പോയിട്ടുണ്ട്. മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. മുഖം പൂർണ്ണമായും തകർക്കപ്പെട്ട രീതിയിലായിരുന്നു. അറിയപ്പെടുന്ന വ്യവസായിയാണ് വിജയകുമാർ. ഇന്ദ്രപ്രസ്ഥ ഹോട്ടലും ഓഡിറ്റോറിയം അടങ്ങുന്ന വലിയ വ്യവസായിയാണ് വിജയകുമാർ. എല്ലാവരോടും നല്ല നിലയ്ക്ക് ആത്മബന്ധം വെച്ച് പുലർത്തിയിരുന്ന കുടുംബമായിരുന്നു. 2017 ജൂൺ മാസത്തിലാണ് മകൻ ഗൗതം റെയിൽവേ ട്രാക്കിൽ കഴുത്തറക്കപ്പെട്ട രീതിയിൽ മരിച്ചത്. മകന്റെ മരണം ആദ്യം ആത്മഹത്യയാണ് എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ CBI അന്വേഷിക്കുന്നുണ്ട്. 12 അടി ഉയരമുള്ള മതിലും ഗേറ്റും ചാടിക്കടന്നാണ് അക്രമി വീട്ടിലെത്തിയത്. അമ്മിക്കൽ അക്രമി കയ്യിൽ കരുതിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഔട്ട് ഹൗസിൽ നിന്നും കോടാലി എടുത്തായിരുന്നു ആക്രമണം. വിജയകുമാറിന്റെ മൃതദേഹം സ്വീകരണമുറിയിലും മീരയുടെ മൃതദേഹം കിടപ്പുമുറിയിലുമായിരുന്നു. വീട്ടുജോലിക്കാരി രേവമ്മയാണ് മൃതദേഹങ്ങൾ ആദ്യം കണ്ടത്. പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. എല്ലാ ന്യൂസുകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.